എൻ്റെ പ്രിയപ്പെട്ട പി.ടിയുടെ ഒരു കാലത്തെ ഒരു കുഞ്ഞു മോളായിട്ട് പി.ടി സങ്കല്പിച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പി.ടി കൂടെ നിന്ന ഞങ്ങളുടെ പൊന്നു മോളെന്ന് തന്നെ ഞാൻ പറയാം, പ്രിയപ്പെട്ട ശ്രീമതി ഭാവന. എല്ലാവർക്കും നമസ്കാരം. ചടങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ഘാടക, എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹത്തോടുകൂടി പല പരിപാടികളിലും ഞാൻ വിളിച്ചിട്ട് എനിക്ക് എത്തിക്കാൻ കഴിയാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പി.ടിയുടെ ഒരു കാലത്തെ ഒരു കുഞ്ഞു മോളായിട്ട് പി.ടി സങ്കല്പിച്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പി.ടി കൂടെ നിന്ന ഞങ്ങളുടെ പൊന്നു മോളെന്ന് തന്നെ ഞാൻ പറയാം, പ്രിയപ്പെട്ട ശ്രീമതി ഭാവന. ഏറ്റവും പ്രിയപ്പെട്ട MP എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഹൈബീഡൻ ഇവിടെ ഇന്ന് ഉറപ്പായിട്ട് എത്തിച്ചേരും എന്ന് പറഞ്ഞിരുന്ന കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, പ്രിയപ്പെട്ട തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി പിള്ള, പ്രിയപ്പെട്ട മുൻ മന്ത്രി, ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ജില്ല, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഈ ആശാപ്രവർത്തകരെ, ഇന്ന് ആദരിക്കപ്പെടുന്ന ആശാപ്രവർത്തകരെ, എന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൗൺസിലർമാരെ, ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്ന ഒരു വേള കൂടിയാണിത്. ആശാപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് ഒരുപാട് നാളായി എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമായിരുന്നു. പലപ്പോഴും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന പല കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ 24 മണിക്കൂറും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും നമ്മളുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അടിത്തട്ടിലുള്ള വീട്ടുകാർ വരെ അറിയിക്കാനും ജനനം മുതൽ മരണം വരെ ഓരോരുത്തരുടെയും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് പാടുപെടുന്ന ഓരോ വിഷയങ്ങളിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കച്ചത്തൊരു ഡയറിയുമായിട്ട് എപ്പോഴും നടക്കുന്ന ചിരിച്ച മുഖത്തോടുകൂടി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആശാപ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിന്റെ ഭാഗമായി പലരെയും വിളിച്ചപ്പോൾ പലർക്കും വരാനൊരു മടിയുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഒരുപാട് സന്തോഷവും. കുറച്ചു പേരൊക്കെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ആദരിക്കപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഞങ്ങൾ ആദരിക്കപ്പെടണം എന്നൊന്നുമില്ല എന്ന്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ആദരിക്കപ്പെടുമ്പോൾ, നിങ്ങളെ അംഗീകരിക്കുമ്പോൾ അതിലുള്ള സന്തോഷം എന്നെ പോലുള്ളവർക്ക് ഒരുപാട് അധികമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെപ്പോലുള്ള സമൂഹത്തിലുള്ളവരാണ് ഈ നാടിന്റെ ശക്തി എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പലപ്പോഴും പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന കാലത്ത് ഒരു ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം അവിടെയെല്ലാം കയറി ഇറങ്ങി അവർക്കെല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ അല്ലാതെ മറ്റേത് സമൂഹത്തിനെയാണ് ആദരിക്കുക എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതോടൊപ്പം ഒരാളെ കൂടി ആലോചിക്കേണ്ടതുണ്ട്.
ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാനിരുന്നത് കഴിഞ്ഞ 16-ാം തീയതിയാണ്. പ്പെടുന്ന ഏത് ചടങ്ങിലും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ശക്തിയും പ്രേരകവുമായി മുന്നോട്ട് ചലിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.